എന്താണ് ഇതിന് ശരിക്കും സൂചനകൾ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും? അല്ല, അതിനുള്ളൊരു നിമോണിക്കാണ് ബി ഫാസ്റ്റ്. ബി സൂചിപ്പിക്കുന്നത് ബാലൻസ് ആണ്. പെട്ടെന്ന് രോഗിക്ക് ബാലൻസ് നഷ്ടമാകുക, നടക്കാൻ സാധിക്കാതിരിക്കുക, തലകറക്കം വരിക. പിന്നെ ഈ സൂചിപ്പിക്കുന്നത് ഐസ്, കാഴ്ച ഒരു ഭാഗത്തേക്ക് മങ്ങുക അല്ലെങ്കിൽ രണ്ടായി കാണുക, പെട്ടെന്ന് വരികയാണെങ്കിൽ സ്ട്രോക്ക് ആയിരിക്കാം. എഫ് സൂചിപ്പിക്കുന്നത് ഫേസ്, മുഖം ഒരു സൈഡ് കോടി പോവുക, പെട്ടെന്ന് മുഖം ഇങ്ങനെ കോടിപ്പോയാൽ സ്ട്രോക്ക് ആയിരിക്കാം. എ സൂചിപ്പിക്കുന്ന ആം അല്ലെങ്കിൽ ലെഗ്, ഒരു സൈഡ് ബലക്കുറവ് വരിക അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് തരിപ്പ് വരിക, പെട്ടെന്ന്, മെല്ലെ ഉള്ളതല്ല, പെട്ടെന്നുള്ളത്. എസ് സൂചിക്കുന്ന സ്പീച്ച്, വർത്തമാനം കുഴഞ്ഞു പോവുക, രോഗിക്ക് പറയാൻ സാധിക്കാതിരിക്കുക, ചോദിക്കുന്നതിനല്ല വേറെ ഉത്തരം പറയാം. ഇതും പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ സ്ട്രോക്കാണ്. ബി ഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ടൈം. ബിക്കോസ് ടൈം ഈസ് ബ്രെയിൻ. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് സ്ട്രോക്ക് രോഗിക്ക്. ഡിലേ ഉണ്ടാവരുത്. നോക്കുമ്പോൾ ഒരാൾ നോക്കുമ്പോഴല്ല, രണ്ടായിട്ട് കാണും, അതെ അതെ അതെ. അദ്ദേഹത്തിന് പിന്നെ എ ഉണ്ടായിരുന്നു, ഒരു സൈഡ് തളർന്നു പോയി. വേൾഡ് സ്ട്രോക്ക് ഡേ ആണ്. അപ്പോൾ വലിയ സന്തോഷം തറോ. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലാണ്. ഇവിടെ സ്ട്രോക്ക് വന്ന് നമുക്കറിയാമല്ലോ, വന്ന് പിന്നെ മരണവക്കിലെത്തിയ ആളുകൾ രക്ഷപ്പെട്ടു. അവരുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോൾ വലിയൊരു സന്തോഷമായിട്ടോ. പിന്നെ അതിലേറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഉള്ളത് ജിതിൻ സാറെ കൂടെയാണ്. ഇവിടുത്തെ പിന്നെ ന്യൂറോയിലെ പിന്നെ ഒരു പ്രമുഖ ഡോക്ടറാണ്. ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഡോക്ടറാണ് ജിതിൻ സാറ്. അതിൽ ഇവരെപ്പോലുള്ള ഒരുപാട് പേര്, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇതേ ഒരു പ്രവാസിയായിരുന്നു, പിന്നെ അവിടെ നിന്നും സ്ട്രോക്ക് വന്നു, പിന്നെ ഇവിടെ കറക്റ്റ് ടൈമിൽ ഡോക്ടറുടെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ നിങ്ങൾ ശരിക്ക് വീട് എവിടെ? ഞാൻ മലപ്പുറം, ഇവിടെ വെട്ടിച്ചിറയാണല്ലേ? ഞാൻ ദുബായിലായിരുന്നു. ഷിപ്പ് യാർഡിൽ ട്രൈഡോക്കിലായിരുന്നു. അതിൽ 30 കൊല്ലമായി. അവിടുന്ന് സ്റ്റോക്ക് വന്ന്, അത് വന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ഇരുന്ന്, അങ്ങനെ ഒരു രാവിലെ ഇരുന്ന്, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3-4 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന്, അവിടുന്ന് ചികിത്സയൊക്കെ കിട്ടി, നല്ല മരുന്നൊക്കെ തന്ന് മാറി. അങ്ങനെ ഞാൻ അവിടുന്ന് ഒഴിവാക്കി ഇവിടെ നാട്ടിൽ വന്നിട്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ഈറോഡ് പോവുക. ഈറോഡ് പോയി ട്രെയിൻ ഇറങ്ങി രാവിലെ ഇതേ മരിക്കാനെ വന്ന് വീണ്ടും കാലിനൊന്നും സ്വാധീനമില്ലാത്ത മരിക്കും. അങ്ങനെ എൻ്റെ കൂടെ വന്ന 2 കൂട്ടുകാർ എന്നെ ഒരു ചെറിയൊരു ക്ലിനിക്കിൽ കൊണ്ടാക്കി, അവിടെ അഡ്മിറ്റ് ചെയ്ത്. പിന്നെ അവർ വിവരം കൊടുത്ത് നാട്ടിലോട്ട്. അപ്പം എൻ്റെ ബന്ധുക്കൾ വന്ന് വണ്ടിയേറ്റ് വന്ന് അവിടുന്ന് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ എന്നെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ സുഖമായിരിക്കണം, ഒരു കുഴപ്പമില്ല. ഇതാണ് അവസ്ഥ. ഡോക്ടറെ സന്തോഷം. ഇങ്ങനെ ഇതേ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ ആ ദൈവത്തിൻ്റെ കരങ്ങൾ ഡോക്ടറിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷം. ഇത് ഇൻ്റർവെൻഷണൽ ന്യൂറോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്സ് ആണ് ഇതുള്ളത്. നമുക്ക് പണ്ട് സ്ട്രോക്ക് വരുന്ന പോലെ അല്ല ഇപ്പോഴത്തെ കാലത്തിൽ. പണ്ട് നമുക്ക് മരുന്നുകൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ മെയിൻ രക്തക്കുഴൽ, കണ്ടനാടി, കഴുത്തിലെ ഇൻറ്റേർണൽ കെരോട്ടിഡ് ആർട്ടറി, അത് ഇവിടം തൊട്ട് ഫുള്ളായിട്ട് കട്ടായിരുന്നു. തലയ്ക്കുള്ളിലെ മെയിൻ സപ്ലൈ കട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവർ പൂർണ്ണമായി കുഴഞ്ഞു പോവുക, 3-ാം ദിവസം ജീവനോപായത്തേക്ക് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ആൾ വെന്റിലേറ്ററിലായിരുന്നു. അത് നമ്മൾ വെന്റിലേറ്ററിലായിരുന്നു. അതിൻ്റെ ഇടയിൽ മെയിൻ റിസ്ക് ഫാക്ടർ ഉള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക സാർ, പറഞ്ഞോളൂ. നമ്മൾക്കപ്പോൾ അവർ പറഞ്ഞത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ട്രോക്കാണ്, മരണസാധ്യത വളരെ കൂടുതലാണ് തുറന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ. നമുക്ക് തുറന്ന് നോക്കാം, അതാണ് പറഞ്ഞത്. നമ്മൾ ദൈവമല്ലല്ലോ, ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇവർ ബോധനില കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം GCS ആറിന് ഇൻറ്റിബേറ്റ് ചെയ്തിരുന്നു. ഇവർ മക്കൾ അപ്പോൾ തന്നെ ഞാനതിന് ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി. അവർ പ്രൊസീജിയറിന് വില്ലിംഗ് ആയി. നമ്മൾ റയറായിട്ടാണ് ഇൻട്രാക്രേനിയൽ സ്റ്റെൻഡ് ചെയ്യുക. നമ്മളപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് വലിയ ബ്ലോക്ക് കൺഫേം ചെയ്ത് ഉള്ളിൽ ത്രോംബക്ടമി ചെയ്ത് ഒരു സ്റ്റെൻറ്റിങ് കൂടെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞ ആളെ വെന്റിലേറ്ററിൽ നിന്ന് എടുക്കാൻ സാധിച്ചു. അയാളിപ്പോൾ ഒരു പഴയ അവസ്ഥയിൽ എത്തിക്കാൻ സാധിച്ചു. ഇത് ഇൻ്റർവെൻഷണൽ ന്യൂറോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്സ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അത് അമേരിക്കയിലൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കേരളത്തിൽ ധാരാളം ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് വരുന്നുണ്ട്. ഞാനൊരു ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റാണ്, അതുകൊണ്ടാണ് എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചത്. ഇമ്പ്രൂവ് ചെയ്ത് കാണുമ്പോൾ വളരെ സന്തോഷം. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ഒരു ധൈര്യമുണ്ട്. പിന്നെ ഞാൻ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലേണിംഗ് ടെസ്റ്റിന് വിളിച്ചിട്ടുണ്ട്, പോയിക്കൂടെ? കുഴപ്പമില്ലല്ലോ. എന്തിനാ പോയിക്കോളെന്ന് പറഞ്ഞത്. മോനെന്താ ചെയ്യണേ? ഹാപ്പിയാണ് ഇപ്പം? എങ്ങനെയുണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ്? ഉഷാറാണ്. ബെറ്ററായി വന്നല്ലോ. നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ, പെട്ടെന്ന് നമ്മൾ പൊതുജനത്തിനോട് വലിയ കുഴൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവർ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ
പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതായത് വേൾഡ് സ്ട്രോക്ക് ഡേ. അപ്പൊ ഈ ഒരു ദിവസം ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് 3 പേരും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നാണ്. ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, ഇവരുടെയൊക്കെ അനുഭവങ്ങൾ കണ്ടപ്പോൾ ഇത് ലോകത്തോട് അറിയിക്കണം. ഇത് ഈ ഒരു അറിവ് ഞങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയല്ല, അറിവില്ലായ്മ കൊണ്ടാണ് ഒരുപാട് പേര് മരിക്കേണ്ടത്. ഈ സാറ് പറഞ്ഞ മാതിരി ആ ഗോൾഡൻ അവേഴ്സിൽ നമ്മളിവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇപ്പൊ ഈ കാക്കാന്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഒരു ദിവസം 3 പാക്കറ്റ് സിഗരറ്റ് വലിച്ചിരുന്ന ആള്. അപ്പൊ അതിലൂടെ നമുക്ക് പറയാനുള്ളത് സ്മോക്കിങ് നിർത്തി ഇന്ന് ഈ സെക്കൻഡ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ഇതുകൊണ്ട് അനുഭവിച്ചൊരു മനുഷ്യനാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക് എത്ര തന്നെ ആയാലും സ്ട്രോക്ക് ആർക്കും എപ്പോഴും വരാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്ന രോഗിയെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക്, നമ്മൾ ഈ പറയുന്നത് ഇന്ന ഹോസ്പിറ്റലിലേക്ക് എന്നല്ല, സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ എത്തിക്കൽ ആ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അവിടെ എത്തിപ്പെടുക, രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് മാക്സിമം പറയുന്നത്. സാറ് നേരത്തെ പറഞ്ഞത് 4-ൽ ഒരാൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല 4 പേര് നിൽക്കുന്നില്ല ഒരാൾക്ക്, ചിലപ്പോൾ സാധ്യത ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വരാം. നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ചാൻസ് ഹൈ ആണ്. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തടി, പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് ഹൈ ആണ്. ഇതല്ലാതെ ഫാമിലി ഹിസ്റ്ററി എന്നൊരു സാധനമുണ്ട്. നമ്മുടെ ഫാമിലിയിൽ സ്ട്രോക്ക് ഉണ്ടെങ്കിൽ, ഹാർട്ട് അറ്റാക്കിന് ഫാമിലി ഹിസ്റ്ററി ഉള്ള പോലെ ഇതിന് വരാം. ജനിതകമായിട്ട് ചില കുട്ടികൾക്ക് വരാം. അപ്പം ഇതിൽ നമ്മൾ സ്ട്രോക്കിനെ ഭയക്കല്ല, മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക, വരാതിരിക്കാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംറ്റം മനസ്സിലാക്കുക, നമ്മൾ താമസിക്കുന്നതിനടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ പോകണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് MRI ഡിലേ വരും, പിന്നെ അവിടുന്ന് റെഫർ ചെയ്യണം. ഇന്റർവെൻഷനോളജിസ്റ്റ് എല്ലായിടത്തും കാണില്ല, അത് ദൂര സ്ഥലം അങ്ങോട്ട് റെഫർ ചെയ്യണം. അപ്പം നമ്മൾ ജീവിക്കുന്നിടത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ തിരിച്ചറിഞ്ഞ് വെക്കണം. ആർക്കാണ് വരിക എന്ന് പറയാൻ പറ്റും. എന്താ കദർഭായി തോന്നിയത്? ഞാൻ ഒരു ലൈവ് ഷോ കണ്ട് ഞെട്ടിയിരിക്കുകയാണെന്ന് പറയാം. അതായത് ഒരു ലൈവ് ഷോ കാണുകയാണ്. ഒരുപാട് മനുഷ്യർ അവർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമൊന്നും കാണുന്നവനും പറയുന്നവനും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണക്കാരനായ മനുഷ്യന് എത്ര സന്തോഷം ഉണ്ടാകും എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. സോ ജിതിൻ ബിനോയ് ജോർജ് എന്ന സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടറിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുകയാണ്. കാരണം ലൈവ് കണ്ട് നമ്മൾ കൈതരാണ്, വേറെ ഏതെങ്കിലും ഒരു കൃത്രിമ വീഡിയോ ഒന്നുമല്ല, ലൈവ് നമ്മൾ ആ കണ്ട അടുത്ത് നിന്ന് പറയാണ് വെൽ ഡൺ. ഒരു പേഷ്യന്റ് പറഞ്ഞത് ഏതോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, റിക്കവറായി. സാറ് ചോദിച്ചു അത്ര പിന്നെ ടൂറ് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയി വന്ന ഹാപ്പി കാണിച്ചു. ബാംഗ്ലൂർ, മൈസൂരൊക്കെ യാത്ര കഴിഞ്ഞ് വന്ന ആ പ്രസംഗം, ആ സ്പീച്ച് ഞങ്ങൾ കേട്ടോ. അല്ല, എനിക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ നേരത്തെ ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് നമുക്ക് അറിവില്ലായ്മ. അപ്പോൾ ഈ മൂപ്പര് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത്തരം ബി ഫാസ്റ്റിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്കാണ്. അതിൻ്റെ കാരണം ഈ MRI പോലെയുള്ളതിനുള്ള സമയം, അപ്പോൾ ഒരു 4 മണിക്കൂറും 6 മണിക്കൂറും എന്നൊക്കെ പറയുന്ന സമയം, ഇതിൻ്റെ ഓരോ ടൈം ഈസ് ബ്രെയിൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ടൈം എന്തായാലും മസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ സെക്കൻഡും വാല്യുബിൾ ആണ്. സോ അൽഷിഫയെ പോലെയുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ടത്. ഒരു മിനിറ്റിൽ എത്ര ലക്ഷം കോശമാണ് നഷ്ടപ്പെടുന്നത്. വലിയ രക്തക്കുഴൽ അദ്ദേഹത്തിനുള്ള പോലെ കഴുത്തിലെ കണ്ടനാണ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, ഇതാണ് വലിയ രക്തക്കുഴൽ. വലിയ രക്തക്കുഴൽ അടഞ്ഞു പോയാലാണ് പൂർണ്ണമായി തളർന്നു പോവുക, മരണപ്പെടുക. അത് അടഞ്ഞു പോയാൽ 1 മിനിറ്റിൽ 20 ലക്ഷം കോശങ്ങൾ പോകും. അത് പെർമനന്റ് ആണ്. 1 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് പോകും. അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് ബാക്കിയുള്ളത് അന്ന് പോയതിന് തുറന്നു കഴിഞ്ഞുള്ള ഭാഗം ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ആ പാട്ട് ബാക്കിയുള്ള സെൽസ് അതിൻ്റെ ജോലി എടുക്കണം, അപ്പോഴാണ് അതും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക. അതിൽ അറ്റ് ഏർലിസ്റ്റ് ഇപ്പോൾ മിഡ് നൈറ്റ് ഒന്നും ഇല്ല, 2 മണി 3 മണി അങ്ങനെയൊന്നുമില്ല. തീർച്ചയായും അത് ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. പെരിന്തൽമണ്ണക്കാർ എന്നുള്ളതിലേക്ക് മാത്രമല്ല, ഒരു കേരളീയൻ, ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ഇതുപോലുള്ള ഡോക്ടേഴ്സാണ് വരേണ്ടത്. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ.